ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ അതർ സൈഡ് എന്ന് പറഞ്ഞ വെബ് സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡിന്റെ ഷൂട്ടാണ്. അത് കുറച്ച് നാളായി നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട്. അത് എത്ര 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷൂട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇന്നാണ് അതിന്റെ ഷൂട്ട് ലാസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങണത്. സോ അതായിരിക്കും ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. ഞാൻ സ്കൂളിലേക്ക് പോവാണ്. ഞാൻ ഉച്ചയ്ക്ക് വരും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വരും ഗൈസ്. ഉച്ചയ്ക്ക് വന്നിട്ട് ദേവുവിന്റെ സീൻസ് എടുക്കും. രാവിലെ ഉള്ളത് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളുടെ അദീനേന്റെ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ദേവുവിന് ഉച്ചവരെ ക്ലാസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ദേവു വരും. അപ്പം നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. ബാഗ് എടുത്തില്ലേ? ബാഗ് എടുക്കാതെ പപ്പ എടുത്തോ? പെണ്ണൊക്കെ എടുത്തില്ലേ? ദേവുവിന് എക്സാം ആണ് കേട്ടോ ഈ മാസം ലാസ്റ്റ് 27-ാം തീയതി. ഷൂവിന്റെ അടിയിൽ സ്റ്റിക്കർ ഉണ്ടോ? മറ്റൊരു റെഡ് കാണാനല്ലേ? ദേവുവിന്റെ പുതിയ ഷൂ ആണ് കേട്ടോ. വരുമ്പോഴും ഈ കളർ തന്നെ വേണം കേട്ടോ. ജേഴ്സി യൂണിഫോമിന്റെ ഷൂ ആണിത്, വൈറ്റ്. ഇത് ആദ്യം ഞാൻ പറയുന്നത് വരുമ്പോഴും ഈ കളർ വേണമെന്ന്. ഇപ്പൊ കാണാം ഫ്രണ്ട്സ്. 7:30ക്കാണ് ബസ്. 7:30 ഫ്രണ്ട്സ്, മിയ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. മിയ ചേച്ചിക്കായിട്ടൊരു ഷൂട്ട് ഉണ്ട്. അപ്പൊ മിയ ചേച്ചി ഇപ്പൊ കുറച്ച് അരമണിക്കൂറായിട്ടോ വന്നിട്ട്. ദിയമോക്ക് ഇല്ല കേട്ടോ. അപ്പൊ ദിയമോക്ക് അനുവിന് ദേവുവിനൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ന് ഈ ഡ്രസ്സാണല്ലോ, പക്ഷെ കണ്ടിന്യൂറ്റി അതെ 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 അതെ. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ശരിക്കും ഞങ്ങൾക്കില്ല കേട്ടോ ഷൂട്ട്. നിയ ചേച്ചിക്കാണ്. അപ്പൊ നിയ ചേച്ചിക്ക് ഒരു കമ്പനിക്ക് പോവാട്ടോ ഞങ്ങള്. ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ വന്നേക്കാണ്. സമയം 3 മണി ആയിട്ടോ. അതെ, ഡ്രസ് മാറി. കൊറേ കാലം ഒരു ഡ്രസ് 1-2 ഡ്രസ് ഉള്ളതല്ലേ. എനിക്ക് ഷൂട്ട് നടക്കുന്നത് ഒരാഴ്ചന്റെ ഉള്ളിലാണ്. 4 ദിവസം കൊണ്ട് തീരുന്ന കഥയാണ്. അത് ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ വീഡിയോ കണ്ടുവരുമ്പോ ഒരു മാസങ്ങൾ എടുത്തു അല്ലേ? അതെ അതെ. ഫ്രണ്ട്സ്, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലുണ്ട് കേട്ടോ ദേവു. ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും സ്കൂട്ടി എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും അവള്. അതേ ഡ്രസ്സ് തന്നെ കിട്ടിയല്ലോ. കണ്ടിന്യൂറ്റി ഡ്രസ്സ് തന്നെ കിട്ടിയല്ലോ. പറഞ്ഞത് എവിടെ കിട്ടിയ? എന്താ ഫുഡ് എപ്പോൾ എത്തി? സ്കൂൾ വിട്ടിട്ട് 2:35 ആണോ? സാധാരണ ദേവനെ കൊണ്ടുവരാൻ പോവാറുണ്ട്. ഇന്ന് മഴ ഉണ്ടോ? ആണോ? അനൂപിന്റെ അമ്മ ഇത് കാണുന്നതാണ് ബ്ലോഗ്. അനൂപിനോട് മാക്സിമം ബ്ലോഗിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാടിയ കേട്ടോ. ഇത് വിത്തൗട്ട് ഉണ്ടോ? അനൂപിന്റെ ഭാര്യന്റെ ശ്രദ്ധയ്ക്ക് വിത്തൗട്ട് ചായ കുടിക്കണം. മധുരം ഇടാറില്ല. ഷുഗർ കട്ടാണ് കേട്ടോ. ദേവുവിന്റെ കണ്ടിന്യൂറ്റി പോയി. ദേവ് മുടി കെട്ടിയിട്ടുണ്ട്.
മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് രാത്രി മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് എനിക്ക് കാണിച്ചു തന്നപ്പോഴും ഞാൻ ഓർത്തില്ല കണ്ടിന്യൂറ്റി ചെയ്ത പ്രശ്നം. ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നപ്പോഴാണ് അപ്പോൾ ഇവർ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുട്ബോൾ കളിയാണ് കൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂറ്റി പോയല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു കെട്ടി കാരണം കെട്ടിയാണ് വെച്ചോണ്ടിരുന്നത്. അപ്പൊ കെട്ടി വെക്കുമ്പോ അറിയില്ല. അപ്പൊ സർപ്രൈസ്ഡ് ആയപ്പോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഇനി ചെന്നിട്ട് ഷൂട്ട് ഉണ്ട്. ഞാൻ ആ ഷൂട്ടിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടാണ് ഗൈസ് വന്നേക്കണത്. ഗൈസ്, അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗൈസ്, അപ്പം അനു കുറച്ച് ഡ്രസ് തന്നു തോന്നുന്നു. മുകളില് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാണ്ട്. അനു, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണം? എങ്ങനെയുണ്ട്? അമ്മ വായിക്കാറ് കമന്റ്സ് ഒക്കെ. ആണോ? സ്കൂളിൽ എങ്ങനെയുണ്ട്? എല്ലാവർക്കും നല്ല അഭിപ്രായം, ടീച്ചേഴ്സിനൊക്കെ. ആണോ? നല്ല അഭിപ്രായം. ദിയമോൾ, എന്താ ദിയമോളെ കുറിച്ച് സ്കൂളിലെ അഭിപ്രായം? ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ എപ്പോഴാണ് അടുത്ത എപ്പിസോഡ് വരിക എന്നാണ് ഏറ്റവും കൂടുതൽ പറയാറ്. നല്ല രസമുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഷൂട്ടിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടത്തെ കഴിഞ്ഞിട്ടുള്ളൂ. താഴെ ഉണ്ട് നിസീന്. അപ്പൊ അവരുടെ ഇവിടെ ചെറിയൊരു ബ്രേക്കാണ്. എന്റെ ഡൗട്ട്, മാക്ബുക്കും ലാപ്ടോപ്പും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾ കമന്റ് ചെയ്യാം. My friends and I will talk like every other day, shaking the park where all the boys are riding skateboards. They look so hot, they look so cool. Everyone is around, and that's when I saw that someone knew that from around. ഗായ്സ്, അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് ഞാനും ഇട്ടൂരി കളിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ചൂടും. എന്താ ഇവിടെ? ഞങ്ങൾ റീൽ എടുക്കാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ആണോ? ഫ്രണ്ട്സ്, അപ്പം ഈ അതർ സൈഡിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന അടുത്ത ഹോളിഡേക്ക് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കും ഗൈസ്. ഈ അതർ സൈഡിന്റെ ടീം എല്ലാരും കൂടെ അതർ സൈഡ് ട്രിപ്പ് പോവാണ്. അതർ സൈഡ് ടീം പോവും. എന്തായാലും പോണമാണ് ഗൈസ്. അത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് ആക്ച്വലി ഞങ്ങൾ ഫ്രീ ടൈമിൽ കളിക്കാൻ വെച്ചേക്കണം. ആണോ? അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കളിക്കാനൊരു ഡാൻസ് സെറ്റ് ആക്കുന്നില്ലേ? ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടീംസ് ഒക്കെ അതർ സൈഡ് ടീംസ് ഒക്കെ പോവാണ് ഗൈസ്. അപ്പൊ അവരെ കൊണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പോവാൻ നിൽക്കാണ്. കഥ പറയാണ് ഗൈസ്, ഞങ്ങള് ഒരു ചെറുതായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. നമ്മളെ പൂക്കുടുംബാടത്ത് പുതിയ ഷോപ്പ് വന്നിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് കേറി നോക്കാൻ പോവാണ്. എല്ലാവരും ഉണ്ട് ഗൈസ്. ഗൈസ്, വി ആർ ബാക്ക് ഫ്രം ദർ. അവിടെ ഭയങ്കര സീറ്റില്ല, തിരക്കാണ്. സീറ്റ് കുറവാണ്, സ്പേസ് ഒക്കെ കുറവ്. അതുകൊണ്ട് കുറച്ച് പേര് വന്നപ്പോൾ തന്നെ ഫില്ലായി ഷോപ്പ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലൊരു ടീ സ്പോട്ട് ഉണ്ട്, അവിടെ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ചായക്കടയിൽ വന്നിട്ട് ഞങ്ങൾ ക്രീമി പാസ്ത ഓർഡർ ചെയ്തു. പിന്നെ ലൈം സോഡ ഓർഡർ ചെയ്തു. ദിയമോൾ അവിടെ ചിന്നഞ്ചിറായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനും ദിയമോളും ലൈം സോഡ, ഇവർ രണ്ടുപേരും സാധാ ലൈമാണ് ഓർഡർ ചെയ്തത്. പപ്പ ലോഡർ ഫ്രൈസും പിന്നെ ഞങ്ങൾ പാസ്തയും ക്രീമി പാസ്തയും. ദിയമോൾ അവിടെ ചിന്നഞ്ചിറായിരിക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് മിറർ ഗൈസ്. ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് തിന്ന് തീർന്നപ്പോ പാസ്ത വന്നേക്കാണ്. ആക്ച്വലി ലോഡഡ് ഫ്രൈസ് ആയിരുന്നു ഒന്നുകൂടെ രസം. പാസ്ത നോട്ട് ബാഡ്. എവിടെ പോയാലും ഫ്ലോപ്പാണ് ഗൈസ്. എന്റെ ഞാൻ പറഞ്ഞ ഗൈസ്,
ഞാൻ പറഞ്ഞു എനിക്ക് തൈരും കേട് അങ്ങനത്തെ പല സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്രീം ചീസ് അല്ല ക്രീം പാസ്ത അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അതേപോലെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞതിനോട് കുരങ്ങനും ഞാനും തമ്മിലുള്ള, അതായത് അവളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ ക്രീം പാസ്തയും കേടും തമ്മിൽ. അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര അടുത്ത ബന്ധമാണല്ലോ. അതാണ് ഞാന് ആകെ പൊളിഞ്ഞ് പാളീസായി തെറിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് ഇവരെ കൊണ്ടാക്കണം. 9:15 ഷോ, ഇപ്പൊ 8:45. പക്ഷെ എനിക്ക് ജോജു ജോർജിന്റെ സിനിമ എന്തായാലും ഒരു എന്താ പറയാ ടൈറ്റിൽ തന്നെ കാണുന്നുണ്ട്. ഗായ്സ് നിയമോൾ പോവാണ്. ഉണ്ണി വന്നിരിക്കുന്നു ഗായ്സ്, ഉണ്ണിയാണ് വന്നത് നിയനെ കൊണ്ടുപോവാൻ. ഗൈസ് 9:15 സിനിമ, ഇപ്പൊ സമയം 9:15. ഗൈസ് ഞങ്ങള് ലേറ്റ് ആയി, ടിക്കറ്റ് എടുത്തു. 9:15 തുടങ്ങേണ്ട സിനിമ 9:25 ഞങ്ങളിവിടെ എത്തിയപ്പോ ഞങ്ങളെ സിനിമ ഫ്രണ്ട്സ്. അപ്പം എന്താ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് കുഴപ്പമില്ല, ഇഷ്ടമായില്ല എന്നൊക്കെ പറയണത്. പക്ഷെ എനിക്കിഷ്ടമായി ഗൈസ്, നല്ല ഇഷ്ടമായി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങൾ പെട്ടെന്നായിരുന്നു ബുക്കിംഗ് ഒക്കെ. 8:30 ബുക്ക് ചെയ്ത് 8:35 ബുക്ക് ചെയ്ത് 9:15. അതാണ് ഞങ്ങൾ വൈകിയത്. ഫസ്റ്റത്തെ 10 മിനിറ്റിൻ്റെ സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫസ്റ്റത്തെ 10 മിനിറ്റ് ഒന്നും നടന്നതെന്ന് അറിയില്ല. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.